സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എസ്തപ്പാനാണെങ്കിൽ ദേവികയുടെ ആ ഒരു പതർച്ചയും സങ്കടമൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, മോളെ ഈ എസ്തപ്പാൻ ചേട്ടനോട് ക്ഷമിക്ക്, എനിക്ക് നന്ദൻ സാറിനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ദേവികയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. ഈ സമയം മുരളി പറയുന്നുണ്ട്, ദേവി ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തണ്ടേ, അല്ലെങ്കിൽ പാഴാക്കുന്ന ഓരോ സമയവും നന്ദൻ്റെ ജീവന ആപത്തല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, എവിടെ പോയിട്ട് കണ്ടെത്താനാ മുരളിയേട്ടാ, എൻ്റെ കയ്യും കലക്കെ ആകെ വിറയ്ക്കുന്നു, നന്ദുവിന് എന്ത് പറ്റിയോ, ആരാണാവോ ഇതിന് പിന്നിലെന്നൊക്കെ പറഞ്ഞ് ദേവികയാണെങ്കിൽ കരയുകയാണ്. ഈ സമയം എസ്തപ്പാനും അത് കണ്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ദേവി നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ വിവരം അറിയിച്ചാലോ, നിൽക്കും മുരളിയേട്ടാ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരിവക്കീലിനെ വിളിക്കുന്നുണ്ട് ദേവിക. എന്താ മോളെ, എന്താ കാര്യം? അങ്ങനെ ദേവികയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ അങ്കിളെ, ഇനി എന്ത് ചെയ്യും? ശരി മോള് വിഷമിക്കണ്ട, നമുക്ക് വേണ്ടത് ചെയ്യാം. ആദ്യം സിദ്ധാർത്ഥനെയും പ്രഭാവതിയെയും ഈ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരിവക്കീലാണെങ്കിൽ ദേവികയോട് പറയുമ്പോൾ ദേവിയാണെങ്കിൽ അത് വേണോ എന്ന് ചോദിക്കുന്നു. അത് വേണം മോളെ. അങ്ങനെ ഇരുവരും ഫോൺ വയ്ക്കുകയാണ്. പിന്നീട് ഇക്കാര്യം ഹരിവക്കീലാണെങ്കിൽ സിദ്ധാർത്ഥനോടും പ്രഭയോടും പറയുമ്പോൾ സിദ്ധുവിനോട് പ്രഭ ചോദിക്കുന്നുണ്ട്, ഇത് മറ്റൊരു നാടകമല്ലേ സിദ്ധു, എന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒപ്പിക്കല് നിങ്ങൾ എല്ലാവരും ചേർന്ന് പറയൂ സിദ്ധു, എന്താ അതിന് പുറകിൽ സത്യം, എൻ്റെ മോൻ എവിടെ, എല്ലാവരും ചേർന്ന് എന്നെ എന്തിനാ അങ്ങനെ മണ്ടിയാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയാണ്. അയ്യോ പ്രഭ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, ഞങ്ങൾ സത്യം തന്നെയാണ് പറയുന്നത്. നന്ദൻ മിസ്സിംഗ് ആണ്. എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്നും എസ്തപ്പാനെ ആക്രമിച്ച് ഒരു കൂട്ടം ഗുണ്ടകളാണ് നന്ദനെ കൊണ്ടുപോയിരിക്കുന്നതെന്നൊക്കെ ഹരിവക്കീൽ പറയുമ്പോൾ, എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? എൻ്റെ മോനെ കോടതിയിലും ജയിലിലൊക്കെ കയറ്റിയിട്ട് അവൻ്റെ ജീവന് സുരക്ഷ വരുത്തിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. എല്ലാവരും ചേർന്ന് എൻ്റെ മോനെ കൊലയ്ക്ക് കൊടുത്തു, ഇപ്പം സമാധാനമായില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഹരിവക്കീലിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ചോദ്യം ചെയ്യുകയാണ്. ഈ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ, പ്രഭേ നീ എന്തേ കാണിക്കുന്നത്, വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. ഇല്ല, എല്ലാത്തിനും കാരണം ഇയാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഹരിവക്കീലിന് നേരെ പ്രഭാവതി പൊട്ടിത്തെറിക്കുകയാണ്. പ്രഭേ, ഞാൻ തന്നെയായിരുന്നു നന്ദനെ മാറ്റി നിർത്താനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്, പക്ഷേ അത് വിജയത്തിലേക്ക് വരികയായിരുന്നു, പെട്ടെന്നായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവിക വിളിച്ചറിയിച്ചപ്പോൾ ഞാനും ആകെ പതറിപ്പോയി. പക്ഷെ പ്രഭ പേടിക്കാതിരിക്കെ, നന്ദനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രഭാവതിയെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നു. ഇല്ല, എനിക്ക് മരിച്ചാൽ മതി, ഞാൻ ആകെ തകർന്നു പോകുന്നു, ഇനിയും എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ, ഞാൻ മരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രഭയാണെങ്കിൽ പൊട്ടിക്കരയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഹരിവക്കീലിനാണെങ്കിൽ ഇതൊക്കെ തന്നെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. പിന്നീട് CP ആണെങ്കിൽ തിരിച്ചെത്തുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ CPയുടെ അടുത്തേക്ക് വരികയാണ്. താൻ എന്താണോ ഈ ചെയ്തത്, എന്താ മേഡം, എന്ത് പറ്റി, എന്താ പറ്റിയെന്നോ, താൻ എൻ്റെ മുന്നിൽ അഭിനയിക്കല്ലേ, CP സത്യം പറയണം, എൻ്റെ മോൻ ഋഷി എവിടെ? മേഡം, അവനല്ലേ ദുബായിലേക്ക് കയറിപ്പോയത്, ദുബായിൽ എൻ്റെ ആളുകൾ 2 മണിക്കൂറോളം എയർപോർട്ടിൽ നിന്നു, എന്നിട്ട് അന്വേഷിച്ചപ്പോൾ ഋഷി എന്നുള്ള പയ്യൻ വന്നിട്ടില്ല എന്നാ പറയുന്നത്. ഋഷി എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മേഡം, ഞാൻ കണ്ടതാണല്ലോ ഋഷി കയറിപ്പോകുന്നത്, താൻ വെറുതെ എന്നോട് അഭിനയിക്കില്ലേ, CP സത്യം പറയും, അവനെ താൻ ഫ്ലൈറ്റ് കയറ്റി വിട്ടോ? മേഡം, ഞാൻ അടുത്ത് തന്നെ നിർത്തിയതാണ്, ഈ ഋഷി ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ, താൻ എന്തൊരു മണ്ടനാണ്, താൻ എന്നോട് ചെയ്തത് ക്രൂരതയാണ്, താൻ എന്തൊക്കെയോ വീരവാദങ്ങൾ മുഴക്കിയിട്ട് അവിടെ നിന്നും പോയത്, ഋഷി കയറി പോകുന്നതും കണ്ട് മേഡത്തിനെ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലോടോ പോയത്. മേഡം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇനി താൻ ഒന്നും പറയണ്ട, എനിക്ക് പേടിയാവുന്നു. ആ നന്ദൻ പകപോക്കാനായിട്ട് ഋഷിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും സത്യമായിരിക്കുന്നു, ഋഷി ഇനി ജീവനോടെ ഉണ്ടാകുമോ എന്ന് തന്നെ ഡൗട്ടാണെന്നൊക്കെ പറയുമ്പോൾ, മേഡം എന്തൊക്കെയാണ് പറയുന്നത്? അതേടോ, നന്ദൻ തന്നെയാണ് ഇതിന് പുറകിൽ, എൻ്റെ മോൻ ഇവിടെ നിന്നും പോകുന്നില്ലെന്ന് പറഞ്ഞ് ഞാനാണ് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്, എല്ലാത്തിനും കാരണക്കാരി ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി സങ്കടപ്പെടുന്നു. പിന്നീട് ദേവികയാണെങ്കിൽ എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ദേവിക താനിത് എന്താലോചിക്കുക, നമുക്കിത് പോലീസിനെ അറിയിക്കണ്ടേ, ഓരോ നിമിഷം വിഴുകുന്തോറും പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ, മുരളിയേട്ടാ ഒന്ന് സമാധാനപ്പെട്, ഇത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട കേസാണ്, പോലീസിനെ അറിയിച്ചാൽ നമ്മൾ തന്നെയാണ് പെടാൻ പോകുന്നത്, നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നന്ദുവിനെ നമ്മൾ മാറ്റി നിർത്തിയത്, പിന്നെ ഇങ്ങനെ സംഭവിച്ചു, അത് നാടകം കളിക്കുന്ന രീതിക്കായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഹരിയങ്കളിനെ വിളിച്ചിട്ടുണ്ടല്ലോ, ഹരിയങ്കൾ എന്തെങ്കിലും തീരുമാനിക്കും. ഒരു ഹരിയങ്കൾ, അയാൾ തീരുമാനിച്ചിട്ടാണല്ലോ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഹരിയങ്കളെ കുറ്റപ്പെടുത്തണ്ട, അങ്കിൾ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെയായിരുന്നു നീക്കം ചെയ്തിരുന്നത്, പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാനാണ്, എൻ്റെ പ്ലാനിങ് ആണ് പിഴച്ചു പോയത്, എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ നിർത്താമെന്ന് ഞാനാണ് തീരുമാനിച്ചത്, നമ്മുടെ 2-3 ആളുകളെ കൂടി നന്ദുവിന് കാവലായിട്ട് നിർത്തണമായിരുന്നു എന്നൊക്കെ ദേവിക പറയും. ദേവികയ്ക്ക് എന്തിനും ഓരോ ന്യായങ്ങളുണ്ടല്ലോ, എന്തായാലും എനിക്കിനി ഇത് ഇങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല,
ഇത്രയും നാടകത്തിന് കൂട്ടുനിന്നു, ഇനി പറ്റില്ല, എനിക്ക് നന്ദനെ കണ്ടെത്തിയാലും മതിയാകൂ. ഡ്രൈവറുടെ ജോലി നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ദേഷ്യപ്പെടുമ്പോൾ, ഓ അപ്പം ഞാൻ വെറും ഡ്രൈവറാണോ? അതെ, ചില സമയത്തെ ബന്ധങ്ങളൊക്കെ മാറ്റേണ്ടി വരും. മുരളിയേട്ടൻ ഈ പറഞ്ഞതിൽ മറ്റൊന്നും വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ദേവികയാണെങ്കിൽ ദേഷ്യപ്പെട്ട് വണ്ടിക്കകത്തേക്ക് കയറുകയാണ്. മുരളിക്കാണെങ്കിൽ അത് വലിയ ഒരു ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ഇസബലയും കെവിനും ചേർന്ന് അരുന്ധതിയുടെ വീട്ടിലേക്ക് വരികയാണ്. അരുന്ധതിയാണെങ്കിൽ അവർ വരുന്നതും കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട്. ഇവർക്ക് ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഇസബലയും കെവിനും പരസ്പരം നോക്കുന്നു. എന്തായാലും ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ അരുന്ധതി വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇസബലയെയും കെവിനെയും നോക്കുകയാണ്. എന്താ മാഡം, എന്ത് പറ്റി? അങ്ങനെ വേഗം തന്നെ എൻ്റെ മോനെ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഋഷിയെ മാഡല്ലേ ദുബായിലേക്ക് കയറ്റി വിട്ടത്? ദേ എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതിയാണെങ്കിൽ ആ കഥ അങ്ങ് അടയ്ക്കുകയാണ്. എന്താ മാഡം, എന്താ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെ ഇസബല്ലയുടെ നെറ്റിയിലേക്ക് അരുന്ധതിയാണെങ്കിൽ തോക്ക് ചൂണ്ടുന്നുണ്ട്. ഇസബല്ലയാണെങ്കിൽ ആകെ പതറിപ്പോകുന്നു. മാഡം എന്താ ഇതെന്ന് ചോദിച്ചുകൊണ്ട് കെവിനാണെങ്കിൽ ഇടപെടുകയാണ്. വേണ്ടി പോകരുത്, രണ്ടെണ്ണം എൻ്റെ മുന്നിൽ നാടകം കളിക്കരുതെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മാഡം ഞങ്ങൾ എന്ത് നാടകം കളിച്ചെന്നാ? മാഡം തന്നെയല്ലേ ഋഷി ഇവിടെ നിന്ന് കയറ്റി വിട്ടത്? ഞങ്ങളതിനെ കൂട്ടു നിൽക്കുകയും ചെയ്തല്ലോ. അവനെ നിർബന്ധിച്ച് ഞങ്ങളാണല്ലോ മാഡത്തിനോടൊപ്പം നിന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എൻ്റെ മോനെ മാറ്റി. ഇല്ല മാഡം, മാറ്റിയിട്ടില്ല. ഞങ്ങൾ എന്തിനാ മാറ്റുന്നേ? ഋഷിയെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളാണ് വഴിതെറ്റി നയിച്ചതെന്നൊക്കെ പറയുമ്പോൾ, ഓ മാഡം എന്തൊക്കെയാണ് പറയുന്നതിൽ കുറച്ചെങ്കിലും കാര്യമുണ്ടോയെന്ന് ആലോചിച്ചിട്ട് വേണം മാഡം സംസാരിക്കാനായിട്ട്. മാഡം എന്തായാലും എന്നെ കൊന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസബല്ലയാണെങ്കിൽ കുറച്ച് സെൻറ്റിമെൻ്റായിട്ട് മൂവ് ചെയ്യണം. അങ്ങനെ ഇസബല്ല പറയുന്നുണ്ട്, മാഡത്തിനും ഋഷിക്കുമായിരുന്നു നന്ദനോട് പക, അല്ലാതെ എനിക്കോ ഈ നിൽക്കുന്ന കെവിനോ ആയിരുന്നില്ല. ഞങ്ങളെല്ലാത്തിനും കൂട്ടു നിൽക്കുക മാത്രമായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് തന്നെ ഇങ്ങനെയൊക്കെ നന്ദികേട് കാണിക്കണം. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒത്തിരി സഹായം ചെയ്തു. ഋഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവനെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്തു. അവൻ്റെ കൂടെ നിന്നു. നന്ദനിപ്പോൾ എവിടെയാണെന്ന് അറിയാതെ അവൻ്റെ കൂടെ തന്നെയല്ലേ ഞങ്ങളും അലയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇസബല്ല ചോദിക്കുമ്പോൾ അരുന്ധതിക്കാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഇസബല്ലയും കെവിനും അല്ല ഋഷിയുടെ മിസ്സിങ്ങിന് പിന്നിലെന്ന്. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ ജീവിതം കഴിഞ്ഞു, അവൻ അപകടത്തിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. തോക്ക് പിൻവലിക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം കെവിനും ഇസബല്ലയ്ക്കും ആ ഒരു അപകട സാധ്യത മനസ്സിലാവുകയാണ്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറിയതെന്ന്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.